ഹലോ ഓൾ, വെൽക്കം ടു അഡ്രിനാലിൻ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്കാണ് തൈറോയിഡ്. തൈറോയിഡ് എന്ന് പറയുന്നത് ഒരു എക്സോക്രൈൻ ഗ്ലാൻഡ് ആണ്. ആൻഡ് ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ ദ ലോവർ പാർട്ട് ഓഫ് ഫ്രണ്ട് ആൻഡ് സൈഡ്സ് ഓഫ് നെക്ക്. ആൻഡ് ഇതിന് രണ്ട് ലോബ്സ് ഉണ്ട്, റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ലോബ്, ആൻഡ് ദേ ആർ ജോയിൻഡ് ടുഗെദർ ബൈ എ ഇസ്തമസ്. ആൻഡ് സംടൈംസ് ഒരു തേർഡ് ലോബ് പ്രസൻ്റ് ആയിരിക്കും. അത് പിരമിഡൽ ലോബ് എന്നാണ് നമ്മൾ പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് പ്രസൻറ്റ് അപ്വേർഡ് ഫ്രം ദ ഇസ്തമസ്. ആൻഡ് സംടൈംസ് ഒരു ഫൈബ്രോ മസ്കുലർ ബാൻഡ് levator called levator glandular thyroid descends from the body of the hyoid bone to the isthmus or to the pyramidal lobe. And നമ്മുടെ തൈറോയിഡ് ഗ്ലാൻഡിൻ്റെ മെയിൻ ഫങ്ഷൻസ് എന്ന് പറയുന്നത് ബേസൽ മെറ്റബോളിക് റേറ്റ് റെഗുലേറ്റ് ചെയ്യുക, സൊമാറ്റിക് ആൻഡ് സൈക്കിക് ഗ്രോത്ത് സ്റ്റിമുലേറ്റ് ചെയ്യുക, ആൻഡ് പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ കാൽഷ്യം മെറ്റബോളിസം. സോ നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് സിറ്റുവേഷൻ ആൻഡ് എക്സ്റ്റെൻറ്റ് ഓഫ് തൈറോയിഡ് ഗ്ലാൻഡ് ആണ്. It is situated against C5 to T1 vertebrae embracing the upper part of the trachea. Each lobe extends from the oblique line of thyroid cartilage to fourth or fifth tracheal ring. The isthmus extends from second to fourth tracheal ring. ഇതാണ് അതിൻ്റെ ഒരു ഫിഗർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് പാർട്സ് ഓഫ് തൈറോയിഡിനെ കുറിച്ചിട്ടാണ്. നമ്മൾ പറഞ്ഞു തൈറോയിഡിന് രണ്ട് ലോബ്സ് ഉണ്ടെന്ന്. ഈച്ച് ലോബ്സ് ആർ കോണിക്കൽ ഇൻ ഷേപ്പ്. ഈ ഒരു ലോബിന് തന്നെ ഒരു അപ്പെക്സ് ഉണ്ട്, ഒരു ബേസ് ഉണ്ട്, 3 സർഫസ് ഉണ്ട്, ആൻഡ് 2 ബോർഡേഴ്സ് ഉണ്ട്. ആൻഡ് നെക്സ്റ്റ് വണ്ണാണ് ക്യാപ്സ്യൂൾ. നമ്മുടെ തൈറോയിഡ് ഗ്ലാൻഡിന് 2 ക്യാപ്സ്യൂൾസ് ഉണ്ട്. ഒരെണ്ണം ഒരു ഫാൾസ് ക്യാപ്സ്യൂളാണ്. നെക്സ്റ്റ് വൺ ഈസ് എ ട്രൂ ക്യാപ്സ്യൂൾ. ട്രൂ ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത് നമ്മുടെ പെരിഫറൽ കണ്ടൻസേഷൻ ഓഫ് കണക്റ്റീവ് ടിഷ്യൂ കൊണ്ടാണ് ട്രൂ ക്യാപ്സ്യൂൾ ഫോം ചെയ്യുന്നത്. ആൻഡ് ഈ ട്രൂ ക്യാപ്സ്യൂളിന് ബെനീത്തായിട്ട് കുറച്ച് ക്യാപ്പിലറി പ്ലക്സസ് ഉണ്ടാവും. സോ നമ്മൾ ടോട്ടൽ തൈറോയിഡക്ടമി ചെയ്യുമ്പോൾ ഇൻക്ലൂഡിങ് ദ ട്രൂ ക്യാപ്സ്യൂൾ ആയിരിക്കും നമ്മൾ എടുത്തു കളയുന്നത് ടു അവോയ്ഡ് ഹെമറേജ്. ആൻഡ് ദ തൈറോയിഡ് ഓൾസോ ഹാസ് എ ഫോൾസ് ക്യാപ്സ്യൂൾ വിച്ച് ഈസ് ഫോംഡ് ബൈ ദ പ്രീ ട്രക്കിയൽ ലെയർ ഓഫ് ഡീപ് സെർവിക്കൽ ഫേഷ്യ. സോ നമ്മുടെ ഫോൾസ് ക്യാപ്സ്യൂൾ തിൻ അലോങ് ദ പോസ്റ്റീരിയർ ബോർഡർ ആണ് ആൻഡ് thick along the inner surface of the gland where it forms a suspensory ligament of Berry. ഈ സസ്പെൻസറി ലിഗമെന്റ് ഓഫ് ബെറി ക്രിക്കോയിഡ് കാർട്ടിലേജുമായിട്ട് അറ്റാച്ച് ചെയ്താണ് ഇരിക്കുന്നത്. സോ നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ, അതായത് ഡീഗ്ലൂട്ടീഷൻ നടക്കുമ്പോൾ എൻലാർജ്ഡ് തൈറോയിഡ് മൂവ്സ് വിത്ത് ഡീഗ്ലൂട്ടീഷൻ എന്ന് പറയുന്നത് ഈ ലിഗമെന്റ് ഓഫ് ബെറി ഉള്ളതുകൊണ്ടാണ്. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് റിലേഷൻസ് എന്ന് പറയുമ്പോൾ ഈ ഫിഗർ നമ്മൾ വരച്ചു വെക്കുക. ഈ ഫിഗറിൽ നമുക്ക് റിലേഷൻസ് പറയാം. ലാറ്ററൽ റിലേഷൻസ് എന്ന് പറയുന്നത് ഈ 4 എണ്ണമാണ്. ദേ ആർ സ്റ്റെർണോതൈറോയിഡ്, സ്റ്റെർണോഹയോയിഡ്, സുപ്പീരിയർ ബെല്ലി ഓഫ് ഹോമോഹയോയിഡ് ആൻഡ് ആൻറ്റീരിയർ ബോർഡർ ഓഫ് സ്റ്റെർണോക്ലിഡോമാസ്റ്റോയിഡ്. നെക്സ്റ്റ് മീഡിയൽ റിലേഷൻ എന്ന് പറയുന്നത് ട്രക്കിയ, ഈസോഫാഗസ് ആൻഡ് ഇൻഫീരിയർ കൺസ്ട്രിക്ടേഴ്സ് ആണ് മീഡിയൽ റിലേഷൻസ്. നെക്സ്റ്റ് വൺ, the posterolateral surface of the thyroid gland is related to the carotid sheath and common carotid artery. Then anterior border thin ആണ് and it is related to the anterior branch of superior thyroid artery. And posterior border കുറച്ചുകൂടെ thick and round ആണ് and it separates the posterior and medial surface. അത് ഏതൊക്കെയായിട്ടാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്? inferior thyroid artery and anastomosis between superior thyroid artery and inferior thyroid artery, parathyroid gland and thoracic duct. That is only thoracic duct on the left side only. And next one, isthmus എന്ന് പറയുന്നത് 2 ലോബിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ആളാണ്. And apex of the thyroid gland is related to the superior thyroid artery and external laryngeal nerve. And base is related to the inferior thyroid artery and recurrent laryngeal nerve. നെക്സ്റ്റ് വൺ നമുക്ക് പഠിക്കാനുള്ളതാണ് ബ്ലഡ് സപ്ലൈയിൽ ഫസ്റ്റ് നമുക്ക് ആർട്ടീരിയൽ സപ്ലൈ നോക്കാം. ആർട്ടീരിയൽ സപ്ലൈ നോക്കിക്കഴിഞ്ഞാൽ മെയിൻലി 2 ആർട്ടറീസ് ആണ്, ബട്ട് സംടൈംസ് വേറെ 2 ആർട്ടറീസ് കൂടെ ഉണ്ടാവാറുണ്ട്. സോ മെയിൻ 2 ആർട്ടറീസ് എന്ന് പറയുന്നത് നമ്മുടെ സുപ്പീരിയർ തൈറോയിഡ് ആർട്ടറി ആൻഡ് ഇൻഫീരിയർ തൈറോയിഡ് ആർട്ടറി ആണ്. സോ സുപ്പീരിയർ തൈറോയിഡ് ആർട്ടറിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ബ്രാഞ്ച് ഓഫ് എക്സ്റ്റേർണൽ കരോട്ടിഡ് ആർട്ടറി ആൻഡ് ഇറ്റ് റൺസ് ഡൗൺവേർഡ് ആൻഡ് ഫോർവേഡ് ഇൻ ക്ലോസ് റിലേഷൻ ടു എക്സ്റ്റേർണൽ ലാരിഞ്ചൽ നെർവ്. At the upper pole, it divides into anterior and posterior branches. Anterior branch descend on the anterior border and anastomosis with its fellow on the opposite side, and posterior branch descends to the posterior border and anastomose with the ascending branch of inferior thyroid artery. സോ ഇതാണ് ഇപ്പോൾ നമ്മളുടെ അപ്പെക്സ് എങ്കിൽ നമ്മുടെ സുപ്പീരിയർ തൈറോയിഡ് ആർട്ടറി വന്ന് ഇവിടെ വന്നിട്ട് ആൻറ്റീരിയറും പോസ്റ്റീരിയറായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഈ ആൻറ്റീരിയർ വന്നിട്ട് നമ്മുടെ
ആൻറ്റീരിയർ വന്നിട്ട് നമ്മുടെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ആൻറ്റീരിയർ തൈറോയിഡ് ആർട്ടറി ആയിട്ടും അനസ്റ്റമോസ് ചെയ്യുന്നു. ആൻഡ് പോസ്റ്റീരിയർ വന്നിട്ട് താഴെ നമ്മുടെ ഇൻഫീരിയർ തൈറോയിഡ് ആർട്ടറി എന്ന് വരുന്ന ഒരു അസെൻഡിങ് ബ്രാഞ്ചുമായിട്ട് അനസ്റ്റമോസ് ചെയ്യുന്നു. ആൻഡ് ഇവിടെ ഒരു മെയിൻ റിലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സുപ്പീരിയർ തൈറോയിഡ് ആർട്ടറി വരുമ്പോൾ ഇതിന് ക്ലോസ് റിലേഷനായിട്ട് എക്സ്റ്റേണൽ ലാരിഞ്ചൽ നെർവ് ഉണ്ടാവും. സോ നമ്മൾ ടോട്ടൽ തൈറോയിഡക്ടമി ചെയ്യുമ്പോൾ സുപ്പീരിയർ തൈറോയിഡ് ആർട്ടറി നമ്മൾ അപ്പെക്സിന് ക്ലോസ് ആയിട്ടായിരിക്കണം ലൈഗേറ്റ് ചെയ്യേണ്ടത്. അതർവൈസ് ഈ സുപ്പീരിയർ തൈറോയിഡ് ആർട്ടറി എക്സ്റ്റേണൽ ലാരിഞ്ചൽ നെർവ് ഇഞ്ചേർഡ് ആവും. ലൈക്ക് ഇതാണ് നമ്മളുടെ അപ്പെക്സ് ഓഫ് തൈറോയിഡ് എങ്കിൽ ഈ ആർട്ടറി ഇങ്ങനെ വരുന്നു ആൻഡ് നെർവ് കംസ് ഇങ്ങനെയാണ് പോകുന്നത്. സോ നമ്മൾ ഇവിടെ വെച്ച് ഈ ആർട്ടറി ലൈഗേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ this nerve won't be injured. Next one, inferior thyroid artery. Inferior thyroid artery is a branch of thyrocervical trunk, and it runs first upwards, then medially, and finally downwards to reach the base of the gland. Its terminal part is intimately related to the recurrent laryngeal nerve. So നമ്മൾ സുപ്പീരിയർ തൈറോയിഡ് ആർട്ടറി അതിൻ്റെ ടെർമിനൽ പാർട്ടായിട്ട്, അതായത് അപ്പെക്സിൻ്റെ അവിടെ വെച്ചാണ് ലൈഗേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ടോട്ടൽ തൈറോയിഡക്ടമി ചെയ്യുമ്പോൾ ഇൻഫീരിയർ തൈറോയിഡ് ആർട്ടറി അതിൻ്റെ ഒറിജിനൽ വെച്ചായിരിക്കും നമ്മൾ ലൈഗേറ്റ് ചെയ്യുന്നത്. സോ ദാറ്റ് ദ റിക്കറൻറ്റ് ലാരിഞ്ചൽ നെർവ് വോണ്ട് ബി ഇൻജോർഡ്. ആൻഡ് ദെൻ ദ ആർട്ടറി ഡിവൈഡ്സ് ഇൻറ്റു 4 to 5 glandular branches which then pierces the fascia separately to reach the lower part of the gland. One of the ascending branch that anastomoses with the posterior branch of the superior thyroid artery and supplies the parathyroid gland. ഇനി നെക്സ്റ്റ് ആർട്ടറി ആണ് തൈറോയിഡ് ഇമ ആർട്ടറി, ആൻഡ് ഇറ്റ് ഈസ് ഫൗണ്ട് ഇൻ ഓൺലി 3% ഓഫ് individuals, and it arises from the brachiocephalic trunk or directly from the arch of aorta, and it enters the lower part of the isthmus. And fourth artery is the accessory thyroid artery, and it arises from the tracheal and esophageal arteries. So this is a picture of the arterial supply of thyroid gland. സോ നമ്മൾ പറഞ്ഞതുപോലെ ദിസ് ഈസ് അവർ സുപ്പീരിയർ തൈറോയിഡ് ആർട്ടറി. സോ നമ്മൾ തൈറോയിഡക്ടമി ചെയ്യുമ്പോൾ സുപ്പീരിയർ തൈറോയിഡ് ആർട്ടറി ഇവിടെ വെച്ചായിരിക്കും നമ്മൾ ലൈഗേറ്റ് ചെയ്യുന്നത്. ഇവിടെ വെച്ച് ലൈഗേറ്റ് ചെയ്താലുള്ള പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ എക്സ്റ്റേണൽ ലാരിഞ്ചൽ നെർവ് ഇഞ്ചോർഡ് ആവും. പക്ഷേ ഇവിടെ വെച്ചാവുമ്പോൾ ഇത് രണ്ടും കുറച്ച് ഡിസ്റ്റൻസിലാണ് ഇരിക്കുന്നത്, അപ്പോൾ അത് ഇഞ്ചോർഡ് ആവാനുള്ള ചാൻസസ് കുറവായിരിക്കും. ആൻഡ് ദിസ് ഇസ് അവർ ഇൻഫീരിയർ തൈറോയിഡ് ആർട്ടറി. സോ ഇൻഫീരിയർ തൈറോയിഡ് ആർട്ടറി നമ്മൾ നമ്മൾ ഈ സ്റ്റമ്മിൻ്റെ അവിടെ വെച്ചായിരിക്കും ലൈഗേറ്റ് ചെയ്യുന്നത്. ഇതുകൊണ്ട് ഇത് ഗ്ലാൻഡിലേക്ക് അടുക്കുമ്പോഴേക്കും റിക്കറൻറ്റ് ലാരിഞ്ചൽ നെർവ് ഇതിൻ്റെ കൂടെയാണ് പോകുന്നത്. സോ ഇവിടെ വെച്ച് നമ്മൾ ലൈഗേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റിക്കറൻറ്റ് ലാരിഞ്ചൽ നെർവ് ഇഞ്ചോർഡ് ആവും. നെക്സ്റ്റ് വണ്ണാണ് വീനസ് ഡ്രെയിനേജ്. വീനസ് ഡ്രെയിനേജിൽ സുപ്പീരിയർ തൈറോയിഡ് വെയിൻ ആൻഡ് ഇറ്റ് എമർജസ് ഫ്രം ദ അപ്പർ പോൾ ആൻഡ് ഡ്രെയിൻസ് ഇൻ ടു ദ ഇന്റേർണൽ ജുഗുലാർ വെയിൻ. നെക്സ്റ്റ് വണ്ണാണ് മിഡിൽ തൈറോയിഡ് വെയിൻ. Middle thyroid vein emerges from the middle of the thyroid lobe and drains into internal jugular vein. And next one is inferior thyroid vein, which emerges from the lower border of isthmus and drains into the brachiocephalic vein. And next one is the fourth vein, that is vein of Kocher, which may emerge between the middle and inferior thyroid vein and drains into internal jugular vein. ഇതാണ് നമ്മുടെ വീനസ് സപ്ലൈറിൻ്റെ ഫിഗർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ നമ്മൾ നോക്കുന്നതാണ് ലിംഫാറ്റിക് ഡ്രെയിനേജ്. അപ്പർ പാർട്ട് ഓഫ് ദ ഗ്ലാൻഡിൽ നിന്ന് അപ്പർ ഡീപ്പ് സർവൈക്കൽ ലിംഫ് നോഡിലേക്ക് ഒന്നെങ്കിൽ ഡയറക്റ്റ്ലി പോകും, അല്ലെങ്കിൽ പ്രീ ലാരിഞ്ചൽ നോഡ്സ് വഴി നമ്മളെ അപ്പർ ഡീപ്പ് സർവൈക്കൽ നോഡ്സിലേക്ക് ലിംഫാറ്റിക് ഡ്രെയിനേജ് അപ്പർ പാർട്ട് ഓഫ് ഗ്ലാൻഡിൽ നിന്ന് പോകും. ലോവർ പാർട്ട് ഓഫ് ദ ഗ്ലാൻഡിൽ നിന്ന് ലോവർ ഡീപ്പ് സർവൈക്കൽ ലിംഫ് നോഡ്സിലേക്കാണ് പോകുന്നത്. സോ നെർവ് സപ്ലൈ ഓഫ് തൈറോയിഡ് ഗ്ലാൻഡ് എന്ന് പറയുന്നത് മെയിൻലി ഡിറൈവ്ഡ് ഫ്രം മിഡിൽ സർവൈക്കൽ ഗാംഗ്ലിയോൺ ആൻഡ് പാർട്ട്ലി ഫ്രം ദി സുപ്പീരിയർ ആൻഡ് ഇൻഫീരിയർ സർവൈക്കൽ ഗാംഗ്ലിയോൺ ആണ്. നെക്സ്റ്റ് വൺ നമുക്ക് പഠിക്കാനുള്ളത് ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫ്ലോർ ഓഫ് ഫാരിങ്സിൽ ബിഹൈൻഡ് ദ ട്യൂബർക്കുലം ഇംപാർ ഒരു എൻഡോഡെർമൽ തിക്കണിങ് ഫോം ചെയ്യുന്നു 3rd വീക്ക് ഓഫ് ഇൻട്രായൂട്രൈൻ ലൈഫിൽ. ഈ തിക്കണിങ് പതുക്കെ ഡിപ്രസ്ഡ് ആയി ഒരു ഡക്റ്റ് ഫോം ചെയ്യുന്നു, വിച്ച് ഈസ് കോൾഡ് ദ തൈറോഗ്ലോസൽ ഡക്റ്റ്. ഈ തൈറോഗ്ലോസൽ ഡക്റ്റ് പതുക്കെ താഴേക്ക് വളരാൻ തുടങ്ങുന്നു. താഴേക്ക് വളർന്നു വന്ന് അതിൻ്റെ ഒരു ഡിസയേർഡ് പൊസിഷൻ എത്തിക്കഴിയുമ്പോൾ ഇതിൻ്റെ ടിപ്പ് ബൈഫർക്കേറ്റ് ചെയ്യുന്നു. ബൈഫർക്കേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ ഒരു ബൈലാറ്ററലി ടെർമിനൽ സ്വെല്ലിങ് ക്രിയേറ്റ് ആവുന്നു. ആ സ്വെല്ലിംഗ് ആണ് പിന്നെ എക്സ്പാൻഡ് ചെയ്ത് നമ്മുടെ തൈറോയിഡ് ഗ്ലാൻഡായിട്ട് മാറുന്നത്. ഇതാണ് അതിൻ്റെ പിക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ. ഫസ്റ്റ് ഒരു തിക്കണിങ് ഉണ്ടാവുന്നു,
അത് ഡക്റ്റ് ആവുന്നു, ആ ഡക്റ്റ് താഴേക്ക് വളർന്ന് ഡിസൈർഡ് പൊസിഷനിൽ എത്തുമ്പോൾ ഒരു ബൈഫർക്കേഷൻ ഉണ്ടാവുന്നു. ആ ബൈഫർക്കേഷനിലൊരു സ്വെല്ലിങ് പോലെ ഉണ്ടാവുന്നു. ആ സ്വെല്ലിങ് ഡെവലപ്പ് ചെയ്ത് നമ്മുടെ തൈറോയിഡ് ഗ്ലാൻഡ് ആവുന്നു. നെക്സ്റ്റ് വൺ മൈക്രോസ്കോപ്പി. മൈക്രോസ്കോപ്പിയിൽ നമ്മുടെ തൈറോയിഡിൽ മെയിൻലി 2 ടൈപ്സ് ഓഫ് സെൽസ് ആണുള്ളത്. ഫസ്റ്റ് വൺ ഫോളിക്കുലാർ സെൽ. ഫോളിക്കുലാർ സെൽസ് എന്ന് പറയുമ്പോൾ ക്യൂബോയിഡൽ എപ്പിത്തീലിയൽ സെൽസ് ആണ്. ആൻഡ് ഇറ്റ്സ് ഫൗണ്ട് ഇൻ ദ തൈറോയിഡ് ഫോളിക്കിൾസ്. തൈറോയിഡ് ഫോളിക്കിൾസിൻ്റെ വോൾസിലാണ് ഈ ക്യൂബോയിഡൽ എപ്പിത്തീലിയൽ സെൽസ് അഥവാ ഫോളിക്കുലാർ സെൽസ് കാണുന്നത്. ആൻഡ് അതിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്താണ്? T3 T4 സെക്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് നമ്മുടെ T3 T4ൻ്റെ ഫംഗ്ഷൻ എന്താണ്? ഇറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ ദ നോർമൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്, എസ്പെഷ്യലി സ്കെലറ്റൽ ആൻഡ് നെർവസ് സിസ്റ്റം. നെക്സ്റ്റ് വൺ ആണ് പാരാഫോളിക്കുലാർ സെൽസ്. പാരാഫോളിക്കുലാർ സെൽസ് എവിടെയാണ് കാണുന്നത്? നമ്മുടെ ബേസ്മെൻറ്റ് മെമ്പറൈനും ഫോളിക്കുലാർ സെൽസിൻ്റെ നടുക്കായിട്ടാണ് പാരാഫോളിക്കുലാർ സെൽസ് കാണുന്നത്. അതിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ദേ സെക്രീറ്റ്സ് കാൽസിറ്റോണിൻ വിച്ച് റെഡ്യൂസസ് ദ ബ്ലഡ് കാൽഷ്യം ലെവൽ. ഇതാണ് അതിൻ്റെ ഫിഗർ എന്ന് പറയുന്നത്. ദീസ് ആർ ദ ഫോളിക്കുലാർ സെൽസ് and this is the parafollicular cells. So that is all about the topic. Thank you.